ഹലോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്? ഓക്കെ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ? ഓക്കെ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം കിട്ടിയവർ എസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് കിട്ടിയവര് എസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. ഓക്കെ, ഇതിൽ ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് ആ കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം നമ്മൾ ചെയ്തത്? ദേവപ്രയാ പറയാവോ? ഓക്കെ. അത് പ്രിന്റ് ചെയ്യിച്ചു, അത്രേ ഉള്ളൂ. നമ്മൾ ഇത്രയും ഓപ്പറേഷൻസ് ഒരുമിച്ച് പഠിച്ചത് കൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു കാൽക്കുലേറ്റർ ചെയ്യാൻ പറഞ്ഞു. അത്രേ ഉള്ളായിരുന്നു. ഓക്കെ, എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് കിട്ടിയോ? അൻസിയ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യണേ. അൻസിയുടെ എറർ എന്താ നോക്കട്ടെ. എങ്ങനെ കണ്ടുപിടിക്കും? എനിക്ക് വാട്സപ്പിൽ നൽകണേ. ഒന്നും കൂടി അയക്കൂ. അപ്പൊ എന്താ, എയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ ബി ആണ്. സോ റിട്ടേൺ ചെയ്ത് കിട്ടും. ഓക്കെ, അങ്ങനെ ഇത് ചെയ്തോ എനിക്ക് മനസ്സിലാ. ഹലോ. ഓക്കെ, ഇല്ല, അങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ല. എ ഈക്വൽ ടു ബി കൊടുത്തിട്ട് പ്രിന്റ് ചെയ്ത് ഒരു എക്സാമ്പിൾ ഒരാൾ ചെയ്തത് ലൈവായിട്ട് ഷെയർ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരാൾ ചെയ്തത് പറഞ്ഞേ. ആദർശ് പ്രസന്റ് ചെയ്യാവോ? ആദർശ് ഓക്കെ ആണോ?
ഓക്കെ ഓക്കെ. അരുൺ, അരുൺ ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ ചെയ്ത രീതി. അഭിഷേക് എസ്. അഭിഷേക് എസ്, അരുൺ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യൂ സ്ക്രീൻ ഷെയർ ചെയ്യാനായിട്ട്. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം ചെയ്യുന്നത്. അൻസിയ സ്ക്രീൻ, അൻസിയ ഒന്ന് മ്യൂട്ട് ചെയ്ത്. ആ പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, വെരി ഗുഡ്. ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഹൈ ലെവൽ ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല, ഇപ്പൊ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ആ ഒരു രീതിയിൽ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ക്ലിയർ ആയോ അൻസിയ? ഇങ്ങനെ വേണം പ്രിന്റ് ചെയ്യാനായിട്ട്. നമ്മൾ എന്ത് വാല്യൂ ആണോ സ്റ്റോർ ചെയ്യുന്നത് അത് വേണം നമ്മൾ പ്രിന്റ് ചെയ്യാനായിട്ട്, അല്ലാതെ സ്റ്റോർ ചെയ്ത വാല്യൂ അല്ല പ്രിന്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? അൻസിയ ചെയ്തിരിക്കുന്നത് തെറ്റുണ്ട്, അതാണ് എറർ വരുന്നത്. ഓക്കെ ഓക്കെ, സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഇത് എനിക്ക് ആ ഒരു ഫോട്ടോ കണ്ടിട്ട് അതിൽ ഒരൊറ്റ എറർ മാത്രമേ മനസ്സിലാവുന്നുണ്ട്. എയിലേക്ക് ബി സ്റ്റോർ ചെയ്തിട്ട് ബി പ്രിന്റ് ചെയ്തിരിക്കുന്നു, അതുകൊണ്ടാണ് അത് കിട്ടാത്തത്. മൊത്തത്തിൽ ഒരു ഫോട്ടോ എടുത്ത് അയച്ച എന്താ പ്രശ്നം എന്ന് നോക്കട്ടെ. വേറെ ആർക്കെങ്കിലും ഇതുപോലെ എറർ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ പറയുക. അൻസിയ, അയച്ചോ ഇമേജ്? ഓക്കെ ഓക്കെ. ഓക്കെ, ഇവിടുത്തെ കേസിൽ ഹാഷിനാണ് എറർ വന്നിരിക്കുന്നത്. ഹാഷ് കറക്റ്റ് ആയിട്ടൊന്ന് കിട്ടിയ ഹാഷ് ഇൻഡന്റേഷൻ എറർ തന്നെയാണ് കാണിക്കുന്നത്. അത് ഫുള്ള് ബാക്ക് അടിച്ച് കളയൂ. ഹാഷ് ഒരു സ്പേസ് കഴിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്, അതാണ് അവിടെ ഒരു എറർ വന്നത്. പിന്നെ എന്തെങ്കിലും ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഇൻഡന്റേഷൻ എറർ അല്ലേ കാണിക്കുന്നത്.
സ്പേസ് കളഞ്ഞിട്ടൊന്ന് ചെയ്ത് നോക്കും. ഇപ്പൊ എന്താ കാണിക്കുന്നത്? ഹലോ. ഓക്കെ അൻസിയ, എറർ കറക്റ്റ് ചെയ്തിട്ട് പറയാം. ഓക്കെ, ബാക്കിയുള്ളവർ ശ്രദ്ധിക്കുക. നമ്മൾ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരുവാണ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രിംഗ് മെത്തേഡ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഇത്ര നേരം പഠിച്ചുകൊണ്ടിരുന്നത് ഇന്റിജേഴ്സിന്റെ ആണെങ്കിലും ഫ്ലോട്ടിന്റെ ആണെങ്കിലും മെത്തേഡ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രിംഗ്സിന്റെ മെത്തേഡ്സ് ആണ്. സ്ട്രിംഗ്സിന് കുറച്ച് മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനൊരു സ്ട്രിങ്ങിനെ കൊടുക്കുന്നു. ഞാൻ എസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ഒരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്ത് കൊടുക്കുവാണ്. ഓക്കെ, എസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ഞാനിപ്പോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് കൊടുത്തു. ഈ സ്ട്രിങ്ങിനെ നമ്മൾ പല ഓപ്പറേഷൻസ് ചെയ്യാൻ പോവാണ്. സ്ട്രിങ്ങിനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്യുവാണ്. അപ്പൊ സ്ട്രിങ്സിന്റെ എലമെന്റ്സിനെ അല്ലെങ്കിൽ സ്ട്രിങ്സിന്റെ ഓരോ മെമ്പേഴ്സിനെയും നമ്മൾ ആക്സസ് ചെയ്തെടുക്കുന്നത് ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ്. സാധാരണ ഒരു സ്ട്രിംഗ് പ്രിന്റ് ചെയ്യണേ നമ്മൾ എന്ത് ചെയ്യണം? പ്രിന്റ് ഓഫ് എസ് കൊടുക്കുക. പ്രിന്റ് ഓഫ് എസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസിന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹലോ വേൾഡ് ആണ്. സോ നമുക്ക് ഹലോ വേൾഡ് എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഇതിലെ ഓരോ ലെറ്റേഴ്സും എനിക്ക് ആക്സസ് ചെയ്തെടുക്കണം. സോ ഞാനത് ആക്സസ് ചെയ്യാൻ പോവാണ്. ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ആക്സസ് യൂസിങ് ഇൻഡെക്സ്. ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ ലെറ്റേഴ്സ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൈത്തട്ട കേസിൽ സ്ട്രിങ്ങിനാണെങ്കിലും എന്താണെങ്കിലും സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0, 1, 2, 3 അങ്ങനെയാണ് നമ്മൾ നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എച്ചിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ 1, ഈ 2 അങ്ങനെ പോകും. നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പൊ ഞാൻ ഇൻഡെക്സ് കണ്ടുപിടിക്കുക. ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ പ്രിന്റ് ചെയ്യുക. എന്തിന്റെ ഇൻഡെക്സ് ആണോ അത് ആദ്യം കൊടുക്കുക. എസ് എന്ന് പറയുന്ന വേരിയബിളിന്റെ ഇൻഡെക്സ് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. എസ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുക്കുക. 0 ആണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, 0 കൊടുക്കുക. അപ്പൊ ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് ഈ എസ് എന്ന് പറയുന്ന വേരിയബിളിന്റെ സ്ട്രിങ്ങിന്റെ 0th പൊസിഷനിലുള്ള എലമെന്റിനെ അല്ലെങ്കിൽ ലെറ്ററിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കൊടുക്കുന്നത്. റൺ ചെയ്ത് നോക്കാം. അപ്പൊ പ്രിന്റ് എസ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഈ ഹലോ വേർഡിലെ 0th പൊസിഷനിലുള്ള എച്ച് ആണ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയത്. കണ്ടോ? ഇതുപോലെ നമുക്ക് എത്ര എലമെന്റ്സിനെ വേണമെങ്കിലും ഇതുപോലെ പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ 1 കൊടുക്കുന്നു. 1 എന്ന് പറയുമ്പോഴത്തേക്കും ഇ ആണ് ഇവിടുത്തെ കേസിൽ പ്രിന്റ് ചെയ്യുന്നത്, ഹലോ വേൾഡ്. സോ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ ഇ ആണുള്ളത്. സോ നമുക്ക് ഇ കിട്ടി. ഇനി ഞാൻ 0, 1 ഒന്നും അല്ല, പകരം ഞാനൊരു 5 ആണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. 5 കൊടുത്താൽ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്ത് കിട്ടും? 5ാമത്തെ പൊസിഷനിൽ ഇവിടെ എന്താണോ ഉള്ളത് അതാണ് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. ഇവിടുത്തെ കേസിൽ 5ാമത്തെ പൊസിഷൻ നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് ഒന്നും റിട്ടേൺ ചെയ്ത് കിട്ടില്ല. അതിന്റെ റീസൺ എന്താ? 5ാമത്തെ പൊസിഷനിൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സ്പേസ് ആണ്. ഹലോ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ആണ് 5ാമത്തെ ആ ഒരു പൊസിഷനിൽ വന്നിരിക്കുന്നത്. സോ സ്പേസ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷെ നമുക്കത് കാണാൻ പറ്റാത്തതാണ്. സോ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി പ്രിന്റ് ചെയ്യുവാണ്. 6th പൊസിഷൻ ഞാൻ പ്രിന്റ് ചെയ്യുവാണ്. 6th പൊസിഷൻ എന്ന് പറയുന്നത് W ആണ്. സോ 5th പൊസിഷൻ ആയ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് നമുക്ക് W പ്രിന്റ് ചെയ്ത് വന്നതായിരിക്കും. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ സ്ട്രിങ്സിന്റെ ഓരോ ലെറ്റേഴ്സും ആക്സസ് ചെയ്തെടുക്കുന്നത് യൂസിങ് ഇൻഡെക്സ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമുക്ക് റിവേഴ്സ് ഓർഡറിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ഓർഡർ എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? അവിടെ ടി ആണ്. ടി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതെങ്കിൽ -1 ആയിരിക്കും. -1, -2, -3 അങ്ങനെ പോകും റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പ്രിന്റ് ചെയ്യുവാണ്. എസ് ഓഫ് -1 ആണ് കൊടുക്കുന്നതെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ നോക്കുമ്പോൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് ഡി ആണ്. സോ നമുക്ക് -1 കൊടുക്കുമ്പോൾ ഡി ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. -2 ആണെങ്കിൽ എൽ കിട്ടും, -3 ആണെങ്കിൽ ആറ്, പിന്നെ ഒ ഡബ്ല്യു അങ്ങനെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ? -2 ആണെങ്കിൽ എൽ. ചോദിച്ചോളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് ആക്സസ് ചെയ്തെടുക്കുന്നതാണ് നമ്മളിപ്പോ ചെയ്തത്. ഓക്കെ ആണോ? ഓക്കെ ആണ് എന്നുള്ളവർ ചെയ്ത് നോക്കും. ആ, ചെയ്ത് നോക്കുക. അൻസിയ, എറർ മാറിയോ? അൻസിയ, ഓക്കെ, അത് അത്രയും അത് കളഞ്ഞിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ അത് അത്രയും ഒന്ന് കളഞ്ഞിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ
ഓക്കെ. ഇത് ഇപ്പൊ എനിക്ക് മനസ്സിലായി എറർ എന്താണ്. അതായത് റൺ ചെയ്യുന്നത് കറന്റ് ഫയലാണ് അവിടെ കിടക്കുന്നത്. ഈ ഡേ 3 എന്നുള്ളത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൺ ഡേ 3 എന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കിയേ. ഞാനത് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇല്ലെങ്കിൽ റൺ ചെയ്യുന്നത് വേറെ പ്രോഗ്രാം ആയിരിക്കും. നിങ്ങൾ ഇന്ന് ഡേ 3 എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇപ്പൊ ചെയ്തത് ചെയ്യാനായിട്ട്. ഓക്കെ. കിട്ടിയോ അൻസിയ? കിട്ടിയോ കറക്റ്റ് ആയിട്ട്? അപ്പൊ അതിനെന്ത് ചെയ്യണം? അതിന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ദാറ്റ് ഫയൽ നെയിം കൊടുക്കുക, എന്നിട്ട് റൺ ചെയ്യുക. അപ്പൊ അതിന്റെ കിട്ടും. ഇല്ലെങ്കിൽ ഇൻഡന്റേഷന്റെ പ്രശ്നമാണത്. ഒരു സ്പേസ് എവിടെയെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ അത് എറർ ആയിരിക്കും. ഇൻഡന്റേഷൻ എറർ എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. ഓക്കെ, എന്തായാലും ഇപ്പൊ ഇത് ചെയ്യുക, എന്നിട്ട് അത് ചെയ്യാം.
ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. അപ്പൊ നമുക്ക് സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഏതൊരു സ്ട്രിങ്ങിന്റെ ആണെങ്കിലും അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ലെൻ മെത്തേഡ്. ഓക്കെ, ഈ ലെൻ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഏതൊരു സ്ട്രിങ്ങിന്റെ ലെങ്ത് വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോ ഈ ഒരു സ്ട്രിങ് തന്നെ എടുക്കാന്ന് വിചാരിക്കുക. ഈ സ്ട്രിങ്ങിന്റെ ലെങ്ത് എനിക്ക് കണ്ടുപിടിക്കണം. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് എൽ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ എടുത്തു. ഇതിലേക്ക് ഞാൻ ലെങ്ത് കണ്ടുപിടിച്ച് വെക്കാൻ പോവാ. എൽ ഈക്വൽ ലെങ്ത് ഓഫ് ബ്രാക്കറ്റ്സിൽ ആരുടെ ലെങ്ത് ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആ വേരിയബിളിന്റെ പേര് കൊടുക്കുക. ഇവിടുത്തെ കേസിൽ എസ് എന്ന് പറഞ്ഞ സ്ട്രിങ്ങിന്റെ ഈ എസ് എന്ന് പറയുന്ന വേരിയബിളിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണാൻ വേണ്ടി ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലിലായതുകൊണ്ട് തന്നെ പ്രിന്റ് ഓഫ് എൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിത് 11 എന്ന് റിട്ടേൺ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്താ, ഈ ഒരു സ്ട്രിങ്ങിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 11 ആണ്. സ്പേസ് ഉൾപ്പെടെ നമ്മൾ പരിഗണിക്കും. സ്പേസ് എവിടെ, സ്പേസോ എന്ത് ക്യാരക്ടേഴ്സ് ആണെങ്കിലും അത് ഉൾപ്പെടെയാണ് നമുക്ക് 11 എന്ന് പ്രിന്റ് ചെയ്ത് കിട്ടിയത്. ഏതൊരു സ്ട്രിങ്ങോ ആയിക്കോട്ടെ, ആ സ്ട്രിങ്ങിന് ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഈ എൽഇഎൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് മെത്തേഡ് നോക്കാം, അപ്പർ മെത്തേഡ്. അപ്പർ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാല് ഒരു സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അപ്പർ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഡയറക്റ്റ് ഞാനിപ്പോ പ്രിന്റിൽ കൊടുക്കുകയാണ്, പ്രിന്റ് ഓഫ് വേരിയബിളിന്റെ പേര് ഡോട്ട് അപ്പർ കൊടുക്കാം. അപ്പൊ ഏത് വേരിയബിളിന്റെ നെയിം ആണോ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ സ്ട്രിങ് അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് കിട്ടും. ഇപ്പൊ ഹലോ വേൾഡ് എന്നുള്ളത് നമുക്ക് അപ്പർ കേസിലോട്ടായി കൺവേർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അപ്പർ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഈ ഇതിന്റെ ഓപ്പോസിറ്റ് ലോവർ, അതായത് അപ്പർ കേസിലോട്ടുള്ള എലമെന്റിനെ ലോവർ കേസിലോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെക്സ്റ്റ് മെത്തേഡ് ആണ് ലോവർ മെത്തേഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എൽ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലേക്ക് ഒരു അപ്പർ കേസിൽ ഒരു ഹലോ വേൾഡ് എന്ന് കൊടുത്തെന്ന് വിചാരിക്കുക, അപ്പർ കേസിൽ. അപ്പോൾ ഈ എലമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാ നോക്കാം. പ്രിന്റ് എൽ ഡോട്ട് ലോവർ. കോട്സിൽ കൊടുക്കാൻ മറക്കരുത് സ്ട്രിങ്ങിനെ വിളിക്കുമ്പോൾ. അപ്പോൾ അപ്പർ യൂസ് ചെയ്യുന്നത് അപ്പർ കേസിനാണെങ്കിൽ ലോവർ യൂസ് ചെയ്യുന്നത് ലോവർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പൊ വേരിയബിൾ ഡോട്ട് ലോവർ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് ലോവർ കേസിലോട്ടായി കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഈ മൂന്ന് മെത്തേഡ്സ് ഓക്കെ ആണോ? ലെൻ മെത്തേഡ്, അപ്പർ മെത്തേഡ് ആൻഡ് ലോവർ മെത്തേഡ് ഓക്കെ ആണോ? ഓക്കെ, ചെയ്ത് നോക്കുക.
നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് നിങ്ങൾ പറയണം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ മെസ്സേജസ് കാണാൻ പറ്റില്ല. സോ നിങ്ങൾ പറയുക എന്താണ് ഡൗട്ട്. ആദർശ്, ആ പറഞ്ഞോളൂ, എന്താണ് ഡൗട്ട്? ആ കിട്ടുമല്ലോ, കിട്ടും. ഞാൻ എങ്കിലും ചുമ്മാ ഞാനൊരു മൂന്നാമതൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. എങ്ങനെ ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് സെയിം തന്നെയാണ്. നമ്മൾ പല രീതിയിൽ പഠിക്കണമല്ലോ, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഓക്കെ, പറ്റും. അങ്ങനെയും ചെയ്യാൻ പറ്റും, അങ്ങനെയും ചെയ്യാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, യു ഈക്വൽ ടു എസ് ഡോട്ട് അപ്പർ വിളിച്ചിട്ട് പ്രിന്റ് യു വിളിച്ചാലും നമുക്ക് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള ഡൗട്ട്സ് ഒക്കെ അപ്പൊ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ, ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സ്ട്രിങ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. അത് എക്സാമ്പിൾ ഞാനിപ്പോ എ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ങിലേക്ക് ആപ്പിൾ എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ദെൻ ബി എന്ന് പറയുന്ന മറ്റൊരു സ്ട്രിങ് കൊടുക്കുന്നു, റെഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അപ്പൊ ഈ രണ്ട് സ്ട്രിങ്ങിനെയും കൂടി എനിക്ക് ആഡ് ചെയ്യണമെങ്കിൽ പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഡയറക്റ്റ് പ്രിന്റിൽ കൊടുക്കുന്നു, പ്രിന്റ് ഓഫ് ബി പ്ലസ് എ, ബി പ്ലസ് എ എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റെഡ് ആപ്പിൾ എന്നായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പൊ രണ്ട് സ്ട്രിങ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺകാറ്റിനേഷൻ എന്നാണ് ഇത് പറയുന്നത്. ഓക്കെ, പ്ലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ രണ്ട് സ്ട്രിങ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നത്. കണ്ടോ? ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്ട്രിങ് സ്ലൈസിങ് നോക്കാം. സ്ട്രിങ് സ്ലൈസിങ് എന്ന് പറയുന്നത് ഒരു വലിയ സ്ട്രിങ്ങിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റുന്നു. അതിനെയാണ് സ്ട്രിങ് സ്ലൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ഞാനൊരു സ്ട്രിങ് കൊടുക്കുന്നു, എസ് ടി എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ് കൊടുക്കുവാണ്. എസ് ടിയിലേക്ക് വെൽക്കം ടു ഓൾ എന്ന് പറഞ്ഞൊരു മെസ്സേജ് കൊടുക്കുവാണ്, വെൽക്കം ടു ഓൾ. അപ്പോ ഈ ഇത്രയും വലിയ സ്ട്രിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുരുക്കി ചെറിയ സ്ലൈസ് ചെയ്ത് ഈ ഒരു സ്ട്രിങ്ങിനെ സ്ലൈസ് ചെയ്ത് ചെറിയ പാർട്സ് ആക്കി മാറ്റാൻ പറ്റും. എക്സാമ്പിൾ കാണിച്ചു തരാം. ജസ്റ്റ് പ്രിന്റ് കൊടുക്കുക. നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിനെ സ്ലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇൻഡെക്സ് യൂസ് ചെയ്ത് ചെയ്യുവാണ്. പ്രിന്റ് എസ് ടി ഓഫ് എവിടെ മുതൽ എവിടം വരെ വേണം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ 1 കൊടുത്താൽ എനിക്ക് ഫസ്റ്റ് ഇൻഡെക്സിൽ എന്താണോ അത് കിട്ടും. അപ്പോൾ ഇത്ര ഇൻഡെക്സ് തൊട്ട് ഇത്ര ഇൻഡെക്സ് വരെ ഉള്ളവരെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 0 to 7 കൊടുക്കാന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്തായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്? 0th പൊസിഷൻ തൊട്ട് 7th പൊസിഷൻ വരെയുള്ള എലമെന്റിനെ ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. കണ്ടോ? വെൽക്കം എന്ന് മാത്രമാണ് 0 to 7 ഉള്ളത്. സോ നമുക്ക് വെൽക്കം എന്ന് കിട്ടി. ഇനി നമുക്ക് 0 to 10 ആണെങ്കിലോ? 0 to 10 ആണെങ്കിൽ ഈ ഒരു സ്ട്രിങ് കമ്പൈൻ ചെയ്ത് 0 തൊട്ട് 10 വരെയുള്ള എലമെന്റ്സിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 0 to 10 കണ്ടോ? നമുക്കപ്പോ വെൽക്കം ടു വരെ കിട്ടി. ഓക്കെ, ഇനി എനിക്ക് ഒന്നും കൂടി ഒരു എക്സാമ്പിളും കൂടി ഞാൻ ചെയ്യുവാണ്. 0 to 12 വരെ കിട്ടണം എന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റാർട്ടിങ് 0 ഞാൻ കൊടുത്തില്ല. സ്റ്റാർട്ടിങ് 0 കൊടുക്കാതെ ആരും ഇപ്പൊ ചെയ്യേണ്ട, ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഓക്കെ, അഭിഷേക്. ഓക്കെ, പ്രിന്റ് എസ് ടി ഫുൾ കോളൻ 12 കൊടുത്താലും നമുക്ക് ഇങ്ങനെ കിട്ടും, വെൽക്കം ടു എ എന്ന് വരെ കിട്ടും. കാര്യം എന്താ? ഫസ്റ്റ് നമ്മൾ 0 കൊടുത്താലും ഇല്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി പൈത്തൺ ആദ്യത്തെ പൊസിഷൻ 0 ആക്കി എടുത്തോളും. ഓക്കെ, അപ്പൊ 0 കൊടുത്താലും ഇല്ലെങ്കിലും ആദ്യം തൊട്ട് നമുക്ക് 12 വരെയുള്ളവരെ കിട്ടും. ഇപ്പൊ നമ്മൾ ഫുൾ കോളൻ 12 കൊടുത്താൽ ഇവിടെ 0 ആയിട്ട് പൈത്തൺ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്ത് 0 to 12 വരെയുള്ള എലമെന്റ്സിനെ നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. ഇനി ഒരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഞാനിപ്പോ കൊടുക്കുവാണ്, എനിക്ക് 5th പൊസിഷൻ തൊട്ട് 7th പൊസിഷൻ വരെയുള്ള എലമെന്റിന് മതി. സോ ഞാൻ 5 ഫുൾ കോളൻ 7 കൊടുക്കുന്നു.
ഫിഫ്ത്ത് പൊസിഷൻ തൊട്ട് സെവൻത്ത് പൊസിഷൻ ഉള്ളവരെ മാത്രമായിരിക്കും എനിക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. കണ്ടോ? ഓക്കെ. ഇതുപോലെ ലാസ്റ്റ് നമ്പറും, ഇപ്പൊ ലാസ്റ്റ് നമ്പർ 0 1 2 3 4 5 6 7 8 9 10 11 12 13 14 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്തേ പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് എസ് ഓഫ് 2 to 15 എന്ന് കൊടുക്കുന്നു. 2 to 15 കൊടുക്കുവാണെങ്കിൽ രണ്ടാമത്തെ എലമെന്റ് തൊട്ട് 15ാമത്തെ എലമെന്റ് വരെ ആയിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. കണ്ടോ? വേൾഡ് വരെ കിട്ടി. സോറി, ST ആണല്ലോ. അപ്പൊ രണ്ടാമത്തെ എലമെന്റ് തൊട്ട് വെൽക്കം ടു ഓൾ എന്ന് വരെയുള്ള ഫുൾ ആയിട്ട് കിട്ടി. ഇപ്പൊ ഞാൻ 2 കൊടുത്തില്ലെന്ന് വിചാരിക്കുക, 2 കൊടുക്കാതെ 15 മാത്രമാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആദ്യം മുതൽ അവസാനം വരെയുള്ള എലമെന്റിന് കിട്ടും. ആദ്യത്തെ വാല്യൂ ഓട്ടോമാറ്റിക്കലി 0 ആണെന്ന് പൈത്തൺ ടീച്ചറിന് നമുക്ക് കിട്ടിക്കോളും. കണ്ടോ? അങ്ങനെയാണെങ്കിൽ തിരിച്ച് നമുക്ക് നോക്കാം. അതായത് തിരിച്ച് ഞാൻ കൊടുക്കുക, ഫസ്റ്റ് വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക, ലാസ്റ്റ് നമ്മൾ കൊടുത്തില്ല. ലാസ്റ്റ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക്കലി 2 to 15 വരെയുള്ളവരെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഒരു കാര്യം മനസ്സിലാക്കുക, സ്റ്റാർട്ടിങ് നമ്മൾ കൊടുത്തില്ലെങ്കിൽ 0 ആയിട്ട് ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്തോളും. അതുപോലെ ലാസ്റ്റ് വാല്യൂ നമ്മൾ കൊടുത്തില്ലെങ്കിൽ എവിടം വരെയാണോ തീരുന്നത് അവിടം വരെ ആയിരിക്കും നമുക്ക് കിട്ടും. ജസ്റ്റ് ലോജിക്ക് യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇങ്ങനെയാണ് സ്ട്രിംഗ് സ്ലൈസിങ് യൂസ് ചെയ്യുന്നത്. സ്ട്രിംഗ് സ്ലൈസിങ്ങിന്റെ ഡിഫറെന്റ് പാർട്സ് ആണ് ഞാനിപ്പോ ഇവിടെ ചെയ്ത് കാണിച്ചത്. ഓരോന്നും ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് വരെ നിങ്ങൾ ചെയ്ത് നോക്കുക സ്ട്രിംഗ് സ്ലൈസിങ് എന്താണ്. ഓക്കെ, ചെയ്ത് നോക്കുക. എന്താണ് മനസ്സിലായില്ല? എന്ത് യൂസ് ചെയ്തിട്ടാണ്? ഓക്കെ, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് എത്താൻ, നിങ്ങൾ ഒറ്റയടിക്ക് എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാതിരുന്നത്. നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ, -3 to 3 എന്ന് ഞാൻ കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് -3, ഈ ലോജിക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് ആ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ലോജിക്ക് കറക്റ്റ് ആയിരിക്കണം. -3 എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് വരും? -1 -2 -3 A ആയിരിക്കും. A കഴിഞ്ഞിട്ട് A to 3 തേർഡ് പൊസിഷൻ വരെ 1 2 3 അതാണ് നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് അത് നിങ്ങൾ തിരിച്ചും മറിച്ചും ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും അതിന്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഉണ്ടായ ചേഞ്ച് എന്താണ്. ഓക്കെ, ചെയ്ത് നോക്കുക. പറഞ്ഞോളൂ. മൈനസ് -1 ഫുൾ കോളൻ -5 ആണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്കൊരു കറക്റ്റ് ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നമ്മൾ എടുക്കുന്നില്ല. സോ മൈനസ് ചെയ്ത് നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെ സ്ലൈസ് ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ. മൈനസ് കൊണ്ട് എടുക്കില്ല. മൈനസ് കൊണ്ട് നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, പക്ഷെ അതിന് നമ്മൾ സ്ലൈസ് ചെയ്യുന്നില്ലല്ലോ.
ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ സ്ട്രിങ് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫുൾ കോളം യൂസ് ചെയ്ത് നമുക്ക് ഒരു സിമ്പിൾ വേ ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ എസ് ഈക്വൽ ടു ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് ആണ് എനിക്ക് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ഞാൻ ചെയ്തു പ്രിന്റ് എസ് ഓഫ് ഡബിൾ ഫുൾ കോളൻ മൈനസ് വൺ. അപ്പൊ നമുക്ക് ഈ എസ് എന്ന് പറയുന്ന സ്ട്രിങ് റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. കണ്ടോ? അപ്പൊ ഞാൻ വേറൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. എ ഈക്വൽ ടു ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് ആപ്പിളിനെയും റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യിക്കാം. പ്രിന്റ് ഓഫ് എ ഓഫ് ഡബിൾ ഫുൾ കോളൻ മൈനസ് വൺ കൊടുക്കുകയാണെങ്കിൽ ആപ്പിളിനെ നമുക്ക് എന്ത് ചെയ്യാം, റിവേഴ്സ് ഓർഡറിലേക്ക് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റും. ഇതും കൂടി ചെയ്ത് നോക്കുക. യെസ്, റിവേഴ്സ് ഓർഡറിൽ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഫുൾ കോളൻ യൂസ് ചെയ്യുന്നത്. ഡബിൾ ഫുൾ കോളൻ മൈനസ് വൺ കൊടുക്കുക. ഇതൊരു ടെക്നിക്കാണ്. ഓക്കെ, ഏതൊരു സ്ട്രിങ്ങിനെ ആണെങ്കിലും റിവേഴ്സ് ഓർഡറിൽ ഇൻഡെക്സ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഡബിൾ ഫുൾ കോളൻ മൈനസ്. ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ സ്ട്രിങ് ആയിക്കോട്ടെ അതിനെ നമുക്ക് റിവേഴ്സ് ഓർഡറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയ്ത് നോക്കുക. ഇതോടെ നമ്മുടെ സ്ട്രിങ്ങിന്റെ മെത്തേഡ്സ് കഴിഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. -2 കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ചാല് ലാസ്റ്റ് കൊടുക്കുന്ന നമ്പർ വിട്ട് വിട്ട് വിട്ടായിരിക്കും പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ആപ്പിൾ ഉണ്ടെങ്കിൽ റിവേഴ്സ് ഓർഡറിലും ആയിരിക്കും, പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള നമ്പർ വിട്ട് വിട്ടായിരിക്കും പ്രിന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെയാണോ കിട്ടിയിരിക്കുന്നത്? ഓക്കെ, കാര്യം എന്താ, അതിൽ ഓരോരോ ലെറ്റേഴ്സ് ബാക്കിയുള്ളത് പ്രിന്റ് ചെയ്യില്ല, ഹൈഡ് ചെയ്തിട്ട് വരും.
അതാണ് -2 കൊടുത്താൽ കിട്ടുന്നത്. ഒരെണ്ണം വിട്ട് വിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ കാണിക്കുവാണെങ്കിൽ ഈ ആപ്പിളിനെ തന്നെ ഞാൻ -2 കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ഓരോ നമ്പർ ഓരോ ലെറ്റേഴ്സ് വിട്ട് വിട്ടായിരിക്കും പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. കണ്ടോ, ലാസ്റ്റത്തത് അത് കഴിഞ്ഞിട്ടുള്ളത് പോയി, അത് കഴിഞ്ഞിട്ടുള്ളത് വന്നു, എല്ലില്ല, ഇ ഇല്ല. ഓക്കെ, റിവേഴ്സ് ഓർഡറിലല്ല, ആദ്യം ഇ കിട്ടി, പിന്നെ എല്ല് പോയി, പി വന്നു, പിന്നെ എ വന്നു. ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. വേറെ ഡൗട്ട് ഇല്ല, ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാം. നിങ്ങൾ കുറച്ച് വലിയ സ്ട്രിങ് എടുക്കുക. അതായത് ഇപ്പോൾ മൈ നെയിം ഈസ് ആദർശ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ് എടുക്കുക. നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒരു സ്ട്രിങ് എടുത്തിട്ട് ഇന്ന് പഠിച്ച ഇത്ര ഓപ്പറേഷൻസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി. ഇത് സബ്മിറ്റ് ചെയ്യേണ്ട, പകരം അത് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്ത് ഗ്രൂപ്പിലിടാം. ലെഫ്റ്റ് ആയിക്കോളൂ. ഡൗട്ട് ഇല്ലെങ്കിൽ ഓക്കെ, അതായത് നിങ്ങളുടെ പേര് മൈ നെയിം ഈസ് ആദർശ് ആണെങ്കിൽ ആദർശ്, അതുപോലെ അരുൺ ആണെങ്കിൽ അരുൺ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇന്ന് പഠിച്ച ഇത്ര ഓപ്പറേഷൻസ് ഒന്നും കൂടി ചെയ്യുക, റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി പഠിക്കും മെത്തേഡ്സ്. എന്നിട്ട് അത് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. താങ്ക് യു. അപ്പൊ ഈ സാറ്റർഡേ സൺഡേ കറക്റ്റ് ആയിട്ട് എല്ലാം പഠിച്ചിട്ട് വരിക എല്ലാവരും. ഓക്കെ, താങ്ക് യു.